പാലാ നഗരസഭയിൽ UDF മുന്നണിക്കെതിരായ അവിശ്വാസ പ്രമേയം നിർണായകമായ അവിശ്വാസ പ്രമേയം ഇന്ന് വരികയാണ്. 26-അംഗ നഗരസഭയിൽ 14 പേരുടെ പിന്തുണ ലഭിച്ചാൽ അവിശ്വാസം പാസ്സാകും. നിലവിൽ 12 പേരാണ് ഇടതു മുന്നണിയിലുള്ളത്. കോൺഗ്രസ് വിമതയായ മായ രാഹുൽ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 13 പേരായി. ഇതിനകം തന്നെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ നിലപാടെടുത്ത കോൺഗ്രസിൽ നിന്ന് ഒരംഗം കൂടി ഇപ്പുറത്തെത്തിയാൽ അത് അവിശ്വാസ പ്രമേയം പാസ്സാകാനുള്ള ഇടവരുത്തും. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, സ്വതന്ത്ര മുന്നണി ഇതൊരു വല്ലാത്ത കൂട്ടായ്മയായിരുന്നു. അതിൻ്റെ ഒരു ഭാവി എന്താണ് എന്നതുകൂടി തീരുമാനിക്കുന്ന ഒരു അവിശ്വാസ നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ത് മനസ്സിലാക്കണം? ഈ സമയം വരെയുള്ള വിവരമനുസരിച്ച് പ്രമേയം പാസ്സാകാനുള്ള ഇടയാണോ കൂടുതൽ? മറ്റ് അത്ഭുതങ്ങളൊന്നുമില്ലെങ്കിൽ പ്രമേയം പാസ്സാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാലായിലെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് 6 കൗൺസിലർമാരാണുള്ളത്. അവർ അതിശക്തമായി രംഗത്ത് വരികയും മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കുകയും ചെയ്തു ഈ ഭരണത്തിനെതിരെ. അങ്ങനെ കൂടി നിന്നൊരു സാഹചര്യത്തിലാണ് ഇടതുമുന്നണി ഇങ്ങനൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് ഫലത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിപ്പ് നൽകും, വിട്ടുനിൽക്കാൻ ഉൾപ്പെടെയുള്ള വിപ്പുകൾ നൽകി കഴിഞ്ഞു. പക്ഷെ അങ്ങനെ നൽകിയാൽ പോലും ഏതെങ്കിലും ഒരു അംഗം ആ വിപ്പ് ലംഘിച്ചുകൊണ്ട് ഈ ഭരണത്തെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിപ്പ് നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ വിപ്പിനെതിരെ വിപ്പ് ലംഘിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ പാർട്ടി പോകുമോ, കോൺഗ്രസ് പോകുമോ എന്നൊക്കെ ഉള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഭാവിയിൽ കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും ഒരൊറ്റ മുന്നണിയാകാനുള്ള സാധ്യത അവരും മുന്നിൽ കാണുന്നുണ്ട്, കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അതൊരു വലിയ ലക്ഷ്യമായി തന്നെ നിൽക്കുന്നു. തിരികെ UDFിലേക്ക് പോവുക എന്നുള്ളതൊരു വലിയ ലക്ഷ്യമായി തന്നെ നിൽക്കുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ കാര്യങ്ങൾ ഒരല്പം എളുപ്പമാകാനാണ് സാധ്യത. ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ബലം മാത്രം മതി. കാരണം 13 പേരുടെ പിന്തുണ ഇതിനകം തന്നെ LDF ഫലത്തിൽ ഏതാണ്ടുണ്ട്. ഒരംഗം കൂടി പിന്തുണച്ചാലാണ് അവിശ്വാസം പാസ്സാകുക. അതായത് 26 പേരിൽ 14 പേരുടെ പിന്തുണ ഉറപ്പായും നേടിയാൽ മാത്രമേ അവിശ്വാസം പാസ്സാകുകയുള്ളൂ. അത് ഫലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിയ ബിനു പുളിക്കകണ്ടം കുടുംബത്തിന് പാലാ നഗരസഭയുടെ ഭരണം നഷ്ടമാകും. പക്ഷേ നാടകങ്ങൾ ഇവിടെ അവസാനിക്കുമെന്ന് കരുതാൻ വയ്യ. പ്രത്യേകിച്ച് പാലായിൽ ഉള്ള ജോസഫ് വിഭാഗം 3 അംഗങ്ങളുണ്ട്. KDP അതായത് മാണി സി കാപ്പൻ്റെ വിഭാഗത്തിന് ഒരംഗമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഫലത്തിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ നീക്കങ്ങൾ നടന്നത്. ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ട് പല അനുനയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഫലം കാണുമോ എന്നുള്ളത് ഇന്ന് രാവിലെ 11 മണിക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കേരള കോൺഗ്രസ് എം വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. പാലായിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി 10 അംഗങ്ങളുള്ള തങ്ങളാണ് ഒറ്റക്കക്ഷി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഭരണത്തിലേക്ക് തങ്ങൾ വരാനില്ല. കാരണം ഈ ഇപ്പോൾ പോകുന്ന ഭരണം അട്ടിമറിച്ചത് തങ്ങളാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ താല്പര്യമില്ല എന്ന് അവർ ഫലത്തിൽ തുറന്നു പറയുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ സ്വതന്ത്ര മുന്നണിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ LDF പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. തൊട്ടപ്പുറത്ത് അതിനേക്കാൾ ആഗ്രഹത്തോടെ അതിനേക്കാൾ ആവേശത്തോടെ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമാണ്. എന്തായാലും 11 മണിയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നാടകീയ സംഭവവികാസങ്ങൾ ഒരുപാട് കണ്ട ഒരു നഗരസഭയാണ്. രാഷ്ട്രീയ കുതികാൽവെട്ടുകളും കാലുവാരലുകളും മുന്നണി മാറ്റങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ ഒരുപാട് കാണുന്നൊരു സ്ഥലം കൂടിയാണ് കോട്ടയം ജില്ല. പൊതുവെ കേരള കോൺഗ്രസിൻ്റെ വിളഭൂമിയാണ്. അവിടെ ഏത് തരത്തിൽ എങ്ങോട്ടൊക്കെ ആളുകൾ മാറും, അവിശ്വാസം പാസ്സാകുമോ, പുതിയ ഭരണസമിതി വരുമോ, അത് നിലവിലുള്ള ഭരണസമിതി തുടരുമോ, അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അവസാന നിമിഷം വരെ ആ ആകാംക്ഷ അങ്ങനെ തുടരുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.